കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിൽ പലരും കോഴിക്കോട് ബീച്ചിലൊക്കെ പോയാൽ കഴിച്ചിട്ടുള്ള ഗ്രീൻ പീസ് മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയൂ. വീഡിയോ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും കൂടി മറക്കല്ലേ. ഇനി നമുക്ക് ഗ്രീൻ പീസ് മസാല തയ്യാറാക്കണത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച ഗ്രീൻ പീസ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് അതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരല്പം ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. നമ്മൾ കറിക്കൊക്കെ വേവിക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് വേവട്ടെ. കുക്കറിൽ വേവുന്നത് വരെ വിസിൽ വരുത്തി അത് നമുക്ക് ഓഫാക്കി എടുക്കണം. ആ സമയം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിൽ ഏതായാലും മതി കേട്ടോ. ഞാനിവിടെ 3 സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരല്പം കടുകിട്ടൊന്ന് പൊട്ടട്ടെ. കടുകൊന്നിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ചെറിയ സവാള നൈസായിട്ട് കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. കണ്ടതല്ലേ നിങ്ങൾ? അപ്പോൾ അതിന് ചേർന്ന ചേരുവകളാണ് കേട്ടോ. കുറച്ച് പച്ചമുളകും കൂടി നൈസായിട്ട് കട്ട് ചെയ്തു. എരിവ് കുറവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഇത്രയും ചേർത്തത്. ഇതൊക്കെ നോക്കിയിട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഈ സവാളയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കരിയാതെ അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്തു. പിന്നെ ഞാൻ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഒരുമിച്ച് അരച്ച് വെച്ച പേസ്റ്റാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. സെപ്പറേറ്റ് ആയാലും അതിൻ്റെ അളവിനനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുക്കാം. കൂടുതൽ അങ്ങ് ചേർക്കണ്ട കേട്ടോ. അങ്ങ് കൂടിയ ഫ്ലേവറൊന്നും വരണ്ട. അതും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം. പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പുപൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റാം കേട്ടോ. അതൊക്കെ നമുക്കറിയുന്നതല്ലേ. കരിയണ്ട. അത്യാവശ്യം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പഴുത്ത തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ് ഞാനിതിലേക്ക് ചേർത്തത്. ഗ്രീൻ പീസിൻ്റെ അളവിനനുസരിച്ച് ഈ ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് വഴറ്റിയെടുക്കാം. വന്ന് അലിഞ്ഞൊന്നും പോകണ്ട. അത്യാവശ്യം പച്ച ടേസ്റ്റ് ഒന്ന് മാറി വന്നാൽ മതി കേട്ടോ. അത്യാവശ്യം ഒന്ന് വഴന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അധികമൊന്നും ചേർക്കണ്ട. ഒരല്പം ഗരം മസാലയാണ്. ഒരു 1/4 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി ചേർത്തു. അല്പം മതി കേട്ടോ. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ്. അതല്പം കൂടുതലായിട്ട് തന്നെ വേണം. ചതച്ചതോ അല്ലെങ്കിൽ നൈസായിട്ട് പൗഡറാക്കിയതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതൊക്കെ അവരവരെ ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ ഇതിലേക്കൊക്കെ. സവാളയൊക്കെ വഴന്നു. പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട് തക്കാളിയുടെയൊക്കെ. ഇനി ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. വെള്ളത്തോടെയൊന്നുമല്ല, ഇതേപോലെ തന്നെ ചേർത്തു. നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരല്പം ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തെന്നാണ് നോക്കിയിട്ടാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഉപ്പ് ചേർക്കുന്ന വീഡിയോ ഇതിലേക്ക് വന്നിട്ടില്ല. ചേർത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയിട്ട് പാകമായിട്ടുണ്ട്. ഇനിയാണ് ഈ മസാലയുടെ ടേസ്റ്റ് കൂടുന്ന സാധനം നമ്മൾ ചേർക്കുന്നത്. കോഴിമുട്ടയാണ് കേട്ടോ. 2 കോഴിമുട്ടയാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. കൂടുതലങ്ങ് ചേർക്കേണ്ട ആവശ്യമില്ല. സിമ്മിലിട്ടിട്ട് 2 കോഴിമുട്ടയും ഒന്ന് ഉടച്ചെടുത്തു. ഉടച്ചതിലേക്ക് പൊട്ടിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൽ കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഗ്രീൻ പീസിൻ്റെ അളവ് കൂടുമ്പോൾ മാത്രം മുട്ടയുടെ അളവ് ചേർത്താൽ മതി. ഇത് തന്നെ ഇതിലേക്ക് കവറായിട്ട് വന്നിട്ടുണ്ട്. പാകത്തിന് ടേസ്റ്റായിട്ടും വന്നിട്ടുണ്ടായിരുന്നു. നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തു. ചൂടോടുകൂടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായം പറയണേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.